So today we will see how to move a file or folder. Okay. So what do you mean by that? Move. A file can be moved to different locations according to our need. അല്ലെ നമ്മളിപ്പോ ഒരു എന്താണ് പാർട്ടീഷൻ സിയിൽ ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അവിടുന്ന് ഇപ്പൊ നമുക്ക് ഡിയിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് മാറ്റണം അല്ലെ. സോ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുന്ന് ഡെസ്ക്ടോപ്പിലോട്ട് എടുത്തിടണം, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നിന്ന് തിരിച്ച് നമുക്ക് ഡി ഫോൾഡർ പാർട്ടീഷനിലേക്ക് എടുത്തിടണം. സോ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. സോ എങ്ങനെയാണ്? നാവിഗേറ്റ് ടു ദ ഫയൽ, റൈറ്റ് ക്ലിക്ക് ദ ഫയൽ ആൻഡ് സെലക്ട് കട്ട്, റൈറ്റ് ക്ലിക്ക് ദ ഫോൾഡർ ആൻഡ് സെലക്ട് പേസ്റ്റ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കട്ട് ആൻഡ് പേസ്റ്റ്, കോപ്പി ആൻഡ് പേസ്റ്റ് പഠിച്ചിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, കട്ട് ആൻഡ് പേസ്റ്റ് ആൻഡ് കോപ്പി ആൻഡ് പേസ്റ്റ്. സോ കട്ട് എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചിട്ടുള്ളത്? ഒരു സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്യുക അല്ലെ, നമ്മൾ അവിടുന്ന് കട്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യുക അല്ലെ. കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂപ്ലിക്കേഷൻ. ഒരു സ്ഥലത്തുള്ള മാതിരി വേറെ സ്ഥലത്തേക്ക് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് റിമൂവ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യുക അല്ലെ. സോ സെയിം പ്രോസസ് ആണ് ഇവിടെ. എന്താണ് നമ്മൾ ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കട്ട് ആൻഡ് പേസ്റ്റ്. നമ്മൾ ടീച്ചർ ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത്. ഓക്കെ. സോ ഇവിടെ ഒരു എന്താണ് ഇവിടെ ഒരു ഫോൾഡർ ഉണ്ട്. എന്താണ്? ഇന്ദു ഓഫീസ്. സോ ഇതിപ്പോ കിടക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ്. ഓക്കെ. ഡെസ്ക്ടോപ്പില് ഉള്ള ഈ ഫയൽ, ഈ ഫോൾഡർ ഇന്ദു ഓഫീസ് എന്നുള്ള ഇത് ടീച്ചർ മൂവ് ചെയ്തിട്ട് ഞാൻ കൊണ്ടിട്ട് എന്താണ് വേറൊരു പാർട്ടീഷനിൽ കൊണ്ട് ഇടാൻ പോവാണ്. ഐ വിൽ പേസ്റ്റ് ഇറ്റ് ഇൻ ഡി. ഓക്കെ. സോ എവിടെയാണ് കിടക്കുന്നത്? ഡെസ്ക്ടോപ്പിലുള്ള ഫോൾഡർ ഇന്ദു ഓഫീസ്. സോ നമ്മൾ എന്താ പഠിച്ചത്? റൈറ്റ് ക്ലിക്ക് അല്ലെ. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്താ പഠിച്ചത്? കട്ട്. ഇവിടുന്ന് കട്ട് ചെയ്യുക, സെലക്ട്, ദെൻ എവിടെയാണ് എനിക്ക് ഇടേണ്ടത്? ഞാനിപ്പോ ഡി എന്നുള്ള എന്താണ് പാർട്ടീഷനിലാണ് കൊണ്ടിടാൻ പോകുന്നത്. സോ അവിടുന്ന് എന്താണ് കൊടുക്കേണ്ടത് പറഞ്ഞത്? റൈറ്റ് ക്ലിക്ക്, ദെൻ പേസ്റ്റ്. കണ്ടോ? ഇപ്പൊ ഡെസ്ക്ടോപ്പിലുള്ള ഇന്ദു ഓഫീസ് എന്നുള്ള ആ ഫോൾഡർ കട്ട് ചെയ്തിട്ട് എന്താണ് അതിന്റെ ലൊക്കേഷൻ ടീച്ചർ മാറ്റി അല്ലെ. അത് ഡെസ്ക്ടോപ്പിലായിരുന്നു ആദ്യം കിടക്കുന്നത്. അവിടുന്ന് കട്ട് ചെയ്തിട്ട് എവിടെ കൊണ്ടിട്ടു? ഡിയില് കൊണ്ടിട്ടു. ഡി എന്നുള്ള പാർട്ടീഷനിൽ കൊണ്ടിട്ടു. ഇനി ഇവിടുന്ന് ടീച്ചർ തിരിച്ചു വീണ്ടും അവിടെ പഴയ സ്ഥാനത്തേക്ക് കൊണ്ടിടാൻ പോവാണ്. അപ്പൊ വീണ്ടും എന്താ ചെയ്യേണ്ടത്? വീണ്ടും എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ക്ലിക്ക്, സെലക്ട് ദ ഫയൽ ഫസ്റ്റ്, സെലക്ട്, റൈറ്റ് ക്ലിക്ക്, കട്ട്. ഓക്കെ. ദെൻ ഡെസ്ക്ടോപ്പിൽ തന്നെ കൊണ്ടിടാൻ പോവാണ്. സോ റൈറ്റ് ക്ലിക്ക് ആൻഡ് ദെൻ പേസ്റ്റ്. കണ്ടോ? വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നില്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾക്ക് ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ എന്താണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ പറ്റുക. മൂവ് ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് യു നീഡ് ടു സെലക്ട് ദ ഫയൽ ഓർ ഫോൾഡർ, ദെൻ എന്താണ്? റൈറ്റ് ക്ലിക്ക് അല്ലെ. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ദെൻ സെലക്ട്, കട്ട്, ദെൻ എന്താണ്? ഗോ ടു ദ ലൊക്കേഷൻ. എവിടെയാണ് നമുക്ക് മാറ്റേണ്ടത് അവിടെ പോയിട്ട് എന്താണ്? അഗെയിൻ യു നീഡ് ടു റൈറ്റ് ക്ലിക്ക് ആൻഡ് ദെൻ സെലക്ട്, പേസ്റ്റ്. സോ ഒരു സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്യുക, വേറെ സ്ഥലത്ത് കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്യുക. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ മൂവ് ചെയ്യാന്നുള്ളത്? ദെൻ നെക്സ്റ്റ് ഈസ് ഷോർട്ട് കട്ട്സ്. ഷോർട്ട് കട്ട് എന്താണ്? ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So the desktop is the first screen that appears on switching on a computer. It displays icons of different files and folders. Sometimes a particular file or folder or program is used frequently. Placing a shortcut of that file, folder or program on your desktop saves time and effort in remembering its exact location and provides direct access to it. So നമ്മളൊരു സിസ്റ്റം ഓൺ ചെയ്ത് വരുമ്പോൾ ആദ്യം കാണുന്ന സ്ക്രീനിനെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഡെസ്ക്ടോപ്പ്. ഇറ്റ് ഈസ് കോൾഡ് ഡെസ്ക്ടോപ്പ് അല്ലെ. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ കാണുന്ന ആ സ്ക്രീനിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ഡെസ്ക്ടോപ്പ്.
സോ ഇതാണ് ടീച്ചറിന്റെ ഡെസ്ക്ടോപ്പ് അല്ലേ? ഇതാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഏരിയ. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വരുമ്പോൾ കാണുന്ന ആ ഫസ്റ്റ് സ്ക്രീനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് ഡെസ്ക്ടോപ്പ്. സോ ഇറ്റ് ഡിസ്പ്ലേസ് ഐക്കൺസ് ഓഫ് ഡിഫറെന്റ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. നമ്മൾ ഡെസ്ക്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറെ ഫയലുകളും ഫോൾഡറുകളും അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും അല്ലെ? സോ സംടൈംസ് എ പെർട്ടിക്കുലർ ഫയൽ ഓർ ഫോൾഡർ ഓർ പ്രോഗ്രാം ഈസ് യൂസ്ഡ് ഫ്രീക്വന്റ്ലി. നമ്മൾ ചില പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഫയലുകളും ഫോൾഡറും ഒക്കെ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫയലുകളും ഫോൾഡറും ഒക്കെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള നിങ്ങളുടെ എന്താണ് ക്ലാസ് 4 അല്ലേ? ക്ലാസ് 4 എന്ന് പറഞ്ഞൊരു ഫോൾഡർ ടീച്ചർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ എന്റെ സിസ്റ്റത്തില്. സോ അത് വന്ന് കിടക്കുന്നത് എന്താണ് ഡി എന്നുള്ള ഫോൾഡറിനകത്താണ് ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. സോ എനിക്ക് എപ്പോഴും എന്താണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള മെറ്റീരിയൽ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്താണ് എനിക്ക് എപ്പോഴും ഡിക്കകത്ത് പോയിട്ട് അതിനകത്ത് ഒന്ന് സെർച്ച് ചെയ്തെടുക്കണം. അതിനേക്കാളും എളുപ്പ വഴിയാണ് എന്താണ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ. എന്താണ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു എന്താണ് ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡറിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ എടുത്തിടുക. കാരണം നമ്മൾ സിസ്റ്റം ഓൺ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന സ്ക്രീൻ എന്താണ്? ദാറ്റ് ഈസ് ഡെസ്ക്ടോപ്പ്. സോ ആ ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡറിന്റെ ഒരു കോപ്പി നമ്മൾ ഡെസ്ക്ടോപ്പിൽ എടുത്തിട്ട് കഴിഞ്ഞാല് അവിടുന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമാണ് അല്ലെ? നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്ത് കയറി എപ്പോഴും എവിടെയാണെന്ന് തപ്പി എടുക്കേണ്ട കാര്യമില്ല അല്ലെ? നമുക്ക് ഡെസ്ക്ടോപ്പിൽ അതിന്റെ ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കോപ്പി, ഒരു ഡമ്മി അവിടെ ഒരു ഡെസ്ക്ടോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് അവിടുന്ന് എടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഷോർട്ട് കട്ട് അല്ലെ? സോ പ്ലേസിംഗ് എ ഷോർട്ട് കട്ട് ഓഫ് ദാറ്റ് ഫയൽ ഓർ ഫോൾഡർ ഓർ പ്രോഗ്രാം ഓൺ യുവർ ഡെസ്ക്ടോപ്പ് സേവ്സ് ടൈം ആൻഡ് എഫേർട്ട് ഇൻ റിമെമ്പറിംഗ് ദ എക്സാക്ട് ലൊക്കേഷൻ. സോ ഞാൻ ക്ലാസ് 4 എന്നുള്ള ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ എന്താണ് എവിടെയാണെന്ന് ഒരു പ്രാവശ്യം എനിക്ക് ഓർക്കണം. ഡി ഫോൾഡറിനകത്താണ് എവിടെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എനിക്ക് ഓർക്കേണ്ട കാര്യമില്ല. കാരണം അതിന്റെ ഒരു ഷോർട്ട് കട്ട് ഞാൻ എന്റെ ഡെസ്ക്ടോപ്പിൽ എടുത്തിട്ടുണ്ട്. സോ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് എനിക്ക് ക്ലാസ് 4 എന്നുള്ളത് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ടൈമും നമ്മുടെ എഫേർട്ടും എന്താണ് നമുക്ക് ലാഭിക്കാൻ പറ്റും നമ്മുടെ ഡെസ്ക്ടോപ്പിൽ അതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് കഴിഞ്ഞാൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് എങ്ങനെയാണ് എന്താണെന്ന് ഷോർട്ട് കട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ സിസ്റ്റത്തിന്റെ അകത്ത് നമ്മുടെ എന്താണ് പാർട്ടീഷൻ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അകത്ത് അല്ലെങ്കിൽ പാർട്ടീഷൻ ഇന്നർ ഇതില് നമ്മൾ എന്താണ് അവിടെ ഫയലുകളും ഫോൾഡർ അല്ലെങ്കിൽ പ്രോഗ്രാം ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീക്വന്റ് ആയി യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ ഒരു ഡമ്മി അല്ലെങ്കിൽ അതിന്റെ ഒരു കോപ്പി നമ്മൾ ഡെസ്ക്ടോപ്പിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ അല്ലെങ്കിൽ പ്രോഗ്രാം നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ട് അപ്പൊ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ഡെസ്ക്ടോപ്പില്. ഡെസ്ക്ടോപ്പ് ഈസ് ദ ഫസ്റ്റ് സ്ക്രീൻ when we are switching on a computer. When we are switching on a computer, desktop is the first screen അല്ലേ? നമ്മൾ ആദ്യം കാണുന്ന ആ സ്ക്രീനെയാണ് നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. So how you can create a shortcut? Locate the file or folder whose shortcut needs to be created. Then right click the file or folder. Then click send to and select the desktop or create shortcut option. സോ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഏത് ഫയൽ അല്ലെങ്കിൽ ഫോൾഡറിന്റെ ആണ് നമുക്ക് ഷോർട്ട് കട്ട് വേണ്ടത്, അത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് എന്ത് ഓപ്ഷൻ ആണ്? സെൻഡ് ടു എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടുന്ന് ഡെസ്ക്ടോപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ അതിന്റെ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സോ എന്റെ ഡി എന്ന് പറഞ്ഞ ഒരു ഫയലിനകത്ത്, ഡി എന്ന് പറഞ്ഞ പാർട്ടീഷനകത്ത് ഇവിടെ ട്യൂട്ടോറിയൽസ്, ഓക്കെ, ട്യൂട്ടോറിയൽസ് എന്നൊരു ഫോൾഡർ ഉണ്ട്, കാണുന്നുണ്ടോ? സോ ഇതിന്റെ ഒരു ഷോർട്ട് കട്ട്, ഇതിപ്പോ ടീച്ചർ എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോ ഡി എന്നുള്ള പാർട്ടീഷനിൽ കിടക്കുകയാണ് അല്ലെ? ഞാൻ സിസ്റ്റം ഓൺ ചെയ്ത് വന്നു, അതിൽ നിന്ന് പിന്നെ എനിക്ക് എന്താണ് ദിസ് പി സിയിൽ പോയിട്ട് അവിടുന്ന് ഡിയിൽ പോയിട്ട് പിന്നെ അവിടുന്ന് വേണം എനിക്ക് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞൊരു ഫോൾഡർ നോക്കിയെടുക്കാൻ വേണ്ടിട്ട് അല്ലെ? സോ അതിനേക്കാളും എളുപ്പമായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഈ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഒരു ഷോർട്ട് കട്ട് അല്ലെ, ഒരു കോപ്പി അല്ലെങ്കിൽ ഒരു ഡമ്മി നമ്മൾ ഡെസ്ക്ടോപ്പിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്താണ് ഈസി ആയിട്ട് സിസ്റ്റം ഓൺ ചെയ്ത് വരുമ്പോൾ തന്നെ എനിക്ക് ഡെസ്ക്ടോപ്പിൽ നിന്ന് ആ ഫോൾഡർ എനിക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും അല്ലെ? സോ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? യു നീഡ് ടു റൈറ്റ് ക്ലിക്ക് ആൻഡ് ദെൻ എന്താ പഠിച്ചത്? സെൻഡ് ടു. അടുത്തത് ഡെസ്ക്ടോപ്പില് എന്താണ് ക്ലിക്ക് ചെയ്യുമ്പോ എന്താ അവിടെ സംഭവിക്കുക? ഞാൻ ക്ലിക്ക് ചെയ്തു,
സോ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ? ട്യൂട്ടോറിയൽ എന്നുള്ള ഒരു ഷോർട്ട് കട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പില് വന്നു. ഓക്കെ, സോ എന്താണ്, എനിക്ക് എളുപ്പമായല്ലേ. ഇനിയിപ്പോ ഞാൻ സിസ്റ്റം ഓൺ ചെയ്യുമ്പോഴേ എന്റെ ഡെസ്ക്ടോപ്പിൽ ഈ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ട്. സോ എനിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് പിന്നെ ദിസ് PC-യിൽ പോയിട്ട് ഡിയിൽ പോയിട്ട് അവിടെ പോയി എടുക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഇവിടുന്ന് എന്താണ് ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ട്യൂട്ടോറിയൽ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് നമ്മൾ ചെയ്തത് ഒന്നുകൂടെ കാണിച്ചു തരാം. ടീച്ചറിന്റെ ഫോൾഡർ ഇപ്പൊ കിടക്കുന്നത് ഡി എന്നുള്ള പാർട്ടീഷനിലാണ്. ഡിയിൽ ഫയൽ എടുത്തിട്ട് ഫോൾഡർ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, then send to, then desktop. Okay, select, right click, send to and desktop. Okay, then ഇവിടുന്ന് ഡെസ്ക്ടോപ്പിൽ നോക്കുമ്പോൾ എന്താണ് ട്യൂട്ടോറിയൽ എന്നുള്ള ഫോൾഡറിന്റെ ഷോർട്ട് കട്ട് ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് കട്ട് ഉണ്ടാക്കുന്നതെന്ന്? സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? മൂവ് ചെയ്യാനുള്ളതും എങ്ങനെയാണ് ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ മൂവ് ചെയ്യുന്നതെന്നും പിന്നെ ഷോർട്ട് കട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? കട്ട്, ഒരു സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്യുക, വേറെ സ്ഥലത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ മൂവ് ദ ഫയൽ ഓർ ഫോൾഡർ. ദെൻ ഷോർട്ട് കട്ട് എന്താണ്? സെലക്ട് ദ ഫയൽ, റൈറ്റ് ക്ലിക്ക് ആൻഡ് ദെൻ സെൻഡ് ടു. പിന്നെ എന്താണ് അപ്പൊ ഒരു ഷോർട്ട് കട്ട് ഐക്കൺ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മള് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ നമ്പർ 2. എന്തൊക്കെയാ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ എല്ലാരും? ചാപ്റ്റർ നമ്പർ 2 എന്തായിരുന്നു? ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ഇൻ വിൻഡോസ് 10 അല്ലേ? നമ്മൾ ഫയലും ഫോൾഡറും പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിനെ ഓരോ ഓർഗനൈസ് ചെയ്യുക, ഫയൽ അല്ലെങ്കിൽ ഫോൾഡറിനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. സോ ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? A collection of data in the form of text, pictures or audio അല്ലേ? നമ്മൾ ഒരു ഡേറ്റയുടെ ഒരു കളക്ഷൻ, അതിനെയാണ് നമ്മൾ ഒരു ഫയൽ എന്ന് പറയുന്നത്. ആ ഒരു ഫയലുകളെല്ലാം കൂടെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോൾഡർ എന്ന് വിളിക്കുന്നത് അല്ലെ? എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇട്ട് വെക്കുക, അതിനെയാണ് നമ്മൾ ഫോൾഡർ എന്ന് പറയുന്നത്. ഫയലിന് 2 പേരുണ്ടെന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? ഒരു പേരും ഉണ്ടാവും, അതിനൊരു എക്സ്റ്റൻഷനും ഉണ്ടാവും അല്ലെ? വേർഡിന് ഫോർ എക്സാമ്പിൾ വേർഡിന് എന്താണ്? .txt, അതാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ എന്താണ് എക്സ്റ്റൻഷൻ ഫയൽ. സോ ഈ ഫയൽ ഹാസ് 2 നെയിം അല്ലെ? പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പാർട്സ് ഓഫ് ഫയൽ എക്സ്പ്ലോറർ. ഫയൽ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഇൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ, വിച്ച് പ്രൊവൈഡ്സ് എ വ്യൂ ഓഫ് ദ ഹാർഡ് ഡിസ്ക്, ഇറ്റ്സ് പാർട്ടീഷൻ, എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസ് അല്ലെ? ഒരു സിസ്റ്റത്തിന്റെ പാർട്ടീഷൻ അല്ലെങ്കിൽ അതിന്റെ ഹാർഡ് ഡിസ്കുകൾ, പിന്നെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഡിവൈസസ് നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ? സോ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ആ പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ഫയൽ എക്സ്പ്ലോറർ. സോ ഫയൽ എക്സ്പ്ലോററിന്റെ ഡിഫറെന്റ് പാർട്സ്, കോമ്പണന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? റിബൺ, അഡ്രസ് ബാർ, സെർച്ച് ബോക്സ്, നാവിഗേഷൻ പാൻ ആൻഡ് ദിസ് PC. ഓർക്കുന്നുണ്ടല്ലോ എല്ലാരും? സോ ദീസ് ആർ ദ പാർട്സ് ഓഫ് ഫയൽ എക്സ്പ്ലോറർ. ദെൻ വി സ്റ്റഡിഡ് അബൌട്ട് ഹൗ ടു ഓർഗനൈസ് ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ. ഒരു ഫയൽ ആൻഡ് ഫോൾഡറിനെ എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ഓർഗനൈസ് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? ഹൗ ടു ഓപ്പൺ എ ഫയൽ. എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? യു നീഡ് ടു ഡബിൾ ക്ലിക്ക് ഓൺ ദ ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ അല്ലെ? മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ വെച്ചിട്ട് യു നീഡ് ടു ഡബിൾ ക്ലിക്ക് ടു ഓപ്പൺ എ ഫയൽ ഓർ ഫോൾഡർ. പിന്നെ എന്താണ് പഠിച്ചത്? യു ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ അല്ലെ? നമ്മൾ പഠിച്ചു നമ്മുടെ ഹോം ടാബിൽ പോയിട്ട് അവിടെ ന്യൂ ഫോൾഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ എന്താണ്? റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ ഫോൾഡർ എന്നൊരു ഓപ്ഷൻ വരും. ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ. പിന്നെ എന്താണ് പഠിച്ചത്? റീനെയിമിംഗ് അല്ലെ? സെലക്ട്, റീനെയിം അല്ലെ? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റീനെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ പോയി വി ക്യാൻ റീനെയിം എ ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ. ദെൻ ഡിലീറ്റിംഗ് എ ഫോൾഡർ അല്ലെ? ഡിലീറ്റിംഗ് നമുക്ക് പെർമനന്റ് ആയിട്ടും ടെമ്പററി ആയിട്ടും നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് എന്താണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. സോ ടെമ്പററി ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നത് എവിടെ പോയി കിടക്കും എന്നാണ് പഠിച്ചത്? ഇറ്റ് വിൽ ഗോ ടു എന്താണ്? റീസൈക്കിൾ ബിൻ. അവിടെ നിന്ന് നമുക്ക് ഫയൽ സെലക്ട് ചെയ്തിട്ട് റീസ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഡിലീറ്റ് ചെയ്ത ഫയൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും.
പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? മൂവിങ് എ ഫയൽ ഓർ ഫോൾഡർ. യു നീഡ് ടു ഫസ്റ്റ് കട്ട് ദ ഫയൽ, then you need to paste it. അല്ലെ? ഒരു സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാം. then എന്താണ് പഠിച്ചത്? ഷോർട്ട് കട്ട്സ്. ഹൗ യു ക്യാൻ ക്രിയേറ്റ് എ ഷോർട്ട് കട്ട്. അല്ലെ? നമ്മുടെ ടൈമും എഫേർട്ടും ഒക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? യു നീഡ് ടു റൈറ്റ് ക്ലിക്ക് ആൻഡ് ദെൻ സെൻഡ് ടു എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ, സെൻഡ് ടു ഡെസ്ക്ടോപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡറിന്റെ ഒരു കോപ്പി നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്ന് കിടക്കുന്നുണ്ടാവും അല്ലെ? ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്ക്രീൻ which is displaying when we are switching on the computer. So എല്ലാവർക്കും മനസ്സിലായല്ലോ? ചാപ്റ്റർ നമ്പർ 2 നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.